സന്തോഷം. പഠിക്കുകയാണോ? ഞാൻ പഠിപ്പ് കഴിഞ്ഞു. ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. ഓ, എഞ്ചിനീയർ ആണ്. പേരെന്താ? ഞാൻ വിദ്യ. വിദ്യ. വിദ്യന്റെ വീട് എവിടെ? ഞാൻ പള്ളിപ്പുറം. ഞാൻ 2022 മുതൽ ബേക്കിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. പാഷനേറ്റ് ആണ് കുക്കിംഗ് ആണല്ലേ. അത് കാരണം പിന്നെ ബൺമസ്ക ട്രെൻഡിങ് ആയപ്പോൾ ഒരുവിധം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയല്ലോ. അപ്പോൾ വീട്ടിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും കുറച്ച് എളുപ്പമായിരുന്നു. വീട്ടിലെ സപ്പോർട്ടാണ്. വീട്ടുകാർ സപ്പോർട്ട്. എന്ത് തോന്നുന്നു തുടങ്ങിയപ്പോൾ? നല്ല കാര്യം. എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി 3 വർഷം. പിന്നെ നാട്ടിലേക്ക് ഒരു ഡിപ്ലോമ എടുക്കാൻ വേണ്ടി വന്നതാ 6 മന്തിന്റെ. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോവാച്ചിട്ടായിരുന്നു. അപ്പോൾ ഒരു സർക്കംസ്റ്റൻസ് വന്ന കാരണം ഇപ്പം ഹോൾഡ് ആയി. എന്തായി ഇപ്പൊ? ഇങ്ങനെ വരുമാനമൊക്കെ ആയി. വരുമാനം. അപ്പൊ എന്താ ഫീല് നല്ല മെയിൻലി വരുമാനത്തെക്കാട്ടിക്കും ലൈക്ക് ഒരു കസ്റ്റമർ കഴിച്ചിട്ട് അവരുടെ ഒരു ഹാപ്പിനെസ് കാണുമ്പോഴാണ്. റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ടോ? ഉണ്ടോ? എവിടുന്നൊക്കെ വരുന്നത്? ഇവിടെ പട്ടാമ്പിന്ന് കുറെ പേര് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേര്. എന്താണ് കുട്ടികളോട് പറഞ്ഞത്? നമ്മളുടെ പാഷൻ എപ്പോഴും ഒരു സൈഡിൽ കൂടെ എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കുക. അതൊരു ഹാപ്പിനെസ് അല്ലേ. കരിയറും പാഷനും ഒപ്പം കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഇത് പാഷനേറ്റഡ് ആണ്. അതുകൊണ്ട് ബോറൊന്നുമില്ല. ഇല്ല. ഈസി ആയിട്ട് ചെയ്യും. സമയമൊക്കെ ഉണ്ട്. ഞാൻ ഉച്ചവരെ ഇപ്പോ വേറെ ജോബിന് നോക്കുന്നുണ്ട്. അപ്പോ ഇനി വേറെ ജോബ് നോക്കുന്നു. അപ്പോ ഇനി വേറെ 2 ജോബൊക്കെ നടക്കും. ഉച്ചവരെ ജോബ് സിവിലുമായി ബന്ധപ്പെട്ടതാ? ഏതെങ്കിലും കൺസ്ട്രക്ഷൻ മേഖല, താങ്കൾ പഠിച്ച മേഖലയിലൊന്നും അതേപോലെ തന്നെ എന്തെങ്കിലും അല്ലേ? ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഓഫ് ആണെങ്കിൽ അന്ന് ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ബാക്കി ഡേയ്സ് മറ്റേ വർക്ക് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇയാളെ കുറിച്ച് ടോപ്പ് പൊതുവെ എല്ലാവരും ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ജോലിയെ കിട്ടൂ എന്നുള്ളൊരു പിടിവാശി, അങ്ങനെ അല്ലേ പൊതുവെ? അങ്ങനല്ലേ? എന്താണ് സമയത്തിനെ മിസ് ചെയ്യാതെ ആ സമയത്തിനെ യൂസ് ചെയ്യാം. ആ യൂസ് ചെയ്യുന്നതാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അവർ ചെയ്തിരിക്കുന്ന അവരുടെ മേഖല തന്നെ പോലെ അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലൂടെ സഞ്ചരിച്ച് അവരുടെ ഏറ്റവും ഹൈ ലെവലിലെ ടോപ്പിലേക്ക് അവർ എത്തിച്ചേരും. അതിനുള്ള സ്കില്ല് അവരിലുണ്ട്. അല്ല, ഈ ലൊക്കേഷനിൽ എപ്പോഴും ഉണ്ടാവും. ഈ വെള്ളിയാങ്കല്ല് പാർക്കിനടുത്തല്ലേ? ഓക്കെ, അടിപൊളി. താങ്കളെ കണ്ടതിൽ സന്തോഷം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.